വിശദമായ വാർത്തകളിലേക്ക്. ഷെയ്ൻ നിഗം വിഷയത്തിൽ നിർമ്മാതാക്കളും അമ്മ ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഷെയ്ൻ മൂലം മുടങ്ങിക്കിടന്ന 2 സിനിമകൾക്കും കൂടി 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം. ഈ ആവശ്യം അമ്മ ഭാരവാഹികൾ അംഗീകരിക്കാത്തതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം നൽകാൻ തയ്യാറല്ലെന്നാണ് അമ്മയുടെ നിലപാട്. അതേസമയം വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഇരുകൂട്ടരും അറിയിച്ചു. കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയും തമ്മിൽ വളരെ യോജിപ്പിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നുള്ള സത്യമാണ്. നമ്മുടെ ഒരു അംഗത്തിന്, പിന്നീട് അംഗമായ ഒരു അംഗത്തിന് തെറ്റ് പറ്റിയെന്നുള്ള സത്യമാണ്. അതിനെ ഞങ്ങൾ സഹകരിക്കാവുന്നതിൻ്റെയും ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് നിന്നു. പക്ഷേ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തൊരു കോമ്പൻസേഷനാണ് ഇവർ ചോദിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഡബ്ബിങ് തീർത്തു അല്ല ചർച്ച അല്ല, അവർ പറഞ്ഞ എമൗണ്ട് വലിയ എമൗണ്ട് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അല്ല, 1 കോടി രൂപയാണ് അവർ. 1 കോടി രൂപയാണ് അത് അവർക്ക് കുറവായിരിക്കും, ഞങ്ങൾക്ക് വലിയ എമൗണ്ട്. കാരണം ആ പയ്യന് ഇനി ഇവർ പൈസ കൊടുക്കാനുണ്ട്, ബാക്കി ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്തു, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ. പണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പണം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താൽ മതി. അതിനൊക്കെ നമ്മൾ തയ്യാറാക്കാം. പക്ഷേ ഈ 1 കോടി കൊടുത്തിട്ട് പടം തുടങ്ങാൻ പറ്റുന്നുള്ളത് അതൊരു മോശമായ കീഴ്വഴക്കമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകൾ നിന്ന് പോകുന്നു. പ്രൊഡ്യൂസർ ഇപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് അടക്കം പറഞ്ഞ അതാണ്, എത്രയോ സിനിമകൾ നിന്ന് പോകുന്നു. 6-7 മാസം കണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതെല്ലാം നഷ്ടപരിഹാരം ആർട്ടിസ്റ്റ് നടക്കണ്ടേ? ആ പടങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 10 ദിവസത്തേക്ക് ഡേറ്റ് വാങ്ങിച്ചിട്ട് 15-20 ദിവസം ചെയ്യുന്ന പടങ്ങളാണ് ഭൂരിപക്ഷം. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഇനി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളുടെ കൂടിയിട്ട് അതിന് എന്താ വേണ്ടത് തീരുമാനിക്കണം. അല്ല, അതൊന്നും തീരുമാനിച്ചില്ല. ഇപ്പൊ കഴിഞ്ഞിറങ്ങിയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ചോദ്യം. ഇപ്പൊ ഇതിനിടയിൽ പുതിയ പ്രൊഡ്യൂസർമാർ അദ്ദേഹത്തിന്റെ ഡേറ്റിന് പോയിട്ടുണ്ട്. ആ പയ്യന്റെ പുതിയ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് തന്നെയല്ലേ എന്റെ പ്രശ്നം? എന്തിനാ അങ്ങനെയാണെങ്കിൽ തീർന്നിട്ട് വരെ പ്രൊഡ്യൂസർമാർ തന്നെ ആ കുട്ടിക്ക് ഇപ്പൊ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പുതിയ പടം തുടങ്ങാൻ. അപ്പോൾ അവരതിന് തയ്യാറാണ്. വേറെ പ്രൊഡ്യൂസർമാർ തയ്യാറാണെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അവര് തന്നെയല്ലേ ഇത് മോശമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങൾ ആരും ഇനിയും അവനവച്ച് പടം എടുക്കാൻ തയ്യാറായിട്ട് പ്രൊഡ്യൂസർമാർ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാൽ അവര് തന്നെ തീരുമാനിക്കുന്നത്. ഇതൊരു സുഗമമായിട്ട് നടത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ വഴക്കിലേക്ക് അല്ല എത്തിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടാവുന്ന ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. കാരണം ഇത്രയും ദിവസം ആ പയ്യൻ പണങ്ങളില്ലാതെ വെറുതെ ഇരിക്കുകയാണ്. പിന്നെ അത് തന്നെയല്ല ഇപ്പൊ എല്ലായിടത്തും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പയ്യൻ അവന് മാനസികമായിട്ട് ഭയങ്കര ടോർച്ചർ ചെയ്തു. പിന്നെ അപ്പൊ ഇനി അത് നമ്മൾ കോമ്പൻസേഷൻ ചോദിക്കാനായിരുന്നുവെങ്കിൽ അമ്മയുടെ തീരുമാനത്തിന് ശേഷം ഇവർ ഇമ്മീഡിയറ്റ് അമ്മയെ വെച്ചൊരു ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ഇവൻ ഡബ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചർച്ച. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ല, ഡബ് ചെയ്യട്ടെ, നമുക്ക് എല്ലാം ഭംഗിയായിട്ട് തീർക്കാം. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ആ പയ്യനോട് ഡബ് ചെയ്യാൻ പറഞ്ഞ് ഷൈൻ പോയി ഡബ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അത് എല്ലാം അങ്ങനെയാണ്. അല്ല, എല്ലാം ചർച്ചകളിലൂടെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിച്ചതും ചർച്ചകളിലൂടെ ആണല്ലോ. അതിനില്ല ഇപ്പൊ നമുക്ക് ആ പയ്യനോട് സംസാരിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇങ്ങനെയാണ് പറയുന്നത്. ഒരിക്കലും ഞങ്ങളിവിടെ വരുമ്പോൾ അറിയുന്നത്. ശരത്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശരത്ത്, ഈ ഒത്തീർപ്പ് ചർച്ച പരാജയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രിയ, അതായത് ഷെയ്ൻ മൂലം ചിത്രീകരണം തടസ്സപ്പെട്ട വെയിൽ, കുർബാനി എന്നീ ചിത്രങ്ങളുടെ നഷ്ടപരിഹാരത്തിനായി 1 കോടി രൂപയായിരുന്നു നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു നിർമ്മാതാക്കളോട് ഇന്നത്തെ ചർച്ചയിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇത്തരത്തിൽ 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണെന്നും ഇത് നൽകാൻ തയ്യാറല്ല എന്നുമാണ് അമ്മ ഭാരവാഹികൾ ഇന്ന് നടന്ന യോഗത്തിൽ നിർമ്മാതാക്കളെ അറിയിച്ചത്. തുടർന്നാണ് ചർച്ചയിൽ ഇത്തരത്തിൽ നഷ്ടപരിഹാര തുക നൽകാതെ ചർച്ച മുന്നോട്ട് പ്രശ്നം പരിഹരിക്കില്ല എന്ന നിലപാടിലായിരുന്നു നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ച പരാജയപ്പെട്ടതും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തുക നൽകി, നഷ്ടപരിഹാര തുക നൽകി ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് അമ്മ ഭാരവാഹികളുള്ളത്. അത് തന്നെയാണ് അവർ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ തുടർ ചർച്ചകൾക്ക് ഇരുകൂട്ടരും തയ്യാറാണെന്ന കാര്യവും കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ നഷ്ടപരിഹാര തുക അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ച പ്രശ്നപരിഹാരത്തിലുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് തീരുമാനിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നഷ്ടപരിഹാരം, അതായത് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമ്മ ഭാരവാഹികളുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യും. വരുന്ന ദിവസം ഉടൻ തന്നെ അമ്മ ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കും. എന്നിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും. അതേപോലെ തന്നെ ഷെയ്നോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും എന്നാണ് അമ്മ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഷെയ്നെയും ഈ കാര്യം അറിയിക്കും. അതായത് 1 കോടി രൂപ നിർമ്മാതാക്കൾ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെയ്നുമായി കൂടി ആലോചിച്ച് ഉൾപ്പെടെ ഒരു തീരുമാനമെടുക്കാനാണ് അമ്മയുടെ തീരുമാനം. എന്നതിനാലും നിലവിൽ ഇത്തരത്തിൽ ചർച്ച പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കപ്പെടുമെന്നതായിരുന്നു നമ്മുടെ ഉൾപ്പെടെയുള്ള പ്രതീക്ഷ. കാരണം ഷെയ്ൻ ഇത്തരത്തിൽ ഡബ്ബിംഗ് ആദ്യം തുടക്കത്തിൽ നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്
ഉല്ലാസം സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ഡബ്ബിംഗ് പൂർത്തിയാക്കിയാൽ ചർച്ച എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ നിലപാട്. അതേപോലെ തന്നെ ഷെയ്ൻ നടത്തിയ നിർമ്മാതാക്കൾക്കെതിരെ ഒരു വിവാദ പരാമർശവും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ മാപ്പ് ഉൾപ്പെടെ പറയണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഷെയ്ൻ നേരത്തെ തന്നെ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരത്തിൽ മാപ്പ് ഉൾപ്പെടെ പറഞ്ഞ് പ്രശ്നപരിഹാരത്തിലേക്ക് ഷെയ്നും നീങ്ങിയത്. എന്നാൽ ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലായി നിർമ്മാതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഷെയ്ൻ മൂലം ചിത്രീകരണം മുടങ്ങിക്കിടക്കുന്ന വെയിൽ, കുർബാനി എന്നീ ചിത്രങ്ങളുടെ നഷ്ടപരിഹാരത്തിനായി 1 കോടി രൂപ നഷ്ടപരിഹാര തുക നൽകണം. എന്നാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങൂ എന്നതാണ് നിർമ്മാതാക്കളുടെ നിലപാട്. ഈ 1 കോടി രൂപ നൽകാൻ തയ്യാറല്ല എന്നതാണ് അമ്മ ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാലും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമ്മ ഭാരവാഹികൾ ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കും. അതിൽ ഈ വിഷയം ചർച്ച ചെയ്യും, ഷെയ്നുമായി ചർച്ച ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ അമ്മ ഭാരവാഹികൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രധാനപ്പെട്ടതായിട്ട്. അതായത് നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ ചെറിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. നിലപാടുകൾ തന്നെ 2 രീതിയിലുള്ള നിലപാടുകളുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു വിഭാഗം നിർമ്മാതാക്കൾ ഷെയ്നെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ ഷെയ്നിന് അഡ്വാൻസ് കൊടുക്കുന്നതും ഷെയ്ന്റെ ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കുന്നതിനുൾപ്പെടെ നീങ്ങുന്നതും അത്തരത്തിൽ നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ 2 രീതിയിലുള്ള നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം വഷളാവുന്നത് എന്നതാണ് അമ്മ ഭാരവാഹികളും സൂചിപ്പിക്കുന്നത്. പ്രിയ, ശരി. ഷെയ്ൻ നിഗം വിഷയത്തിൽ നിർമ്മാതാക്കളും അമ്മ ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഷെയ്ൻ മൂലം മുടങ്ങിക്കിടക്കുന്ന 2 സിനിമകൾക്കും കൂടി 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം. എന്നാൽ ഇത് അമ്മ ഭാരവാഹികൾ അംഗീകരിച്ചില്ല. തുടർ ചർച്ചകൾ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. അച്ചടക്കത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ KPCC ഭാരവാഹിക യോഗത്തിൽ തീരുമാനം. പാർട്ടിയെ തകർക്കുന്ന പ്രവർത്തനമുണ്ടായാൽ ഹൈക്കമാൻഡ് നോക്കി നിൽക്കില്ലെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. ഭാരവാഹി പട്ടികയിൽ ഇടം നേടിയവർ യോഗ്യതയുള്ളവരെന്ന യോഗത്തിൽ മുല്ലപ്പള്ളിയുടെ ന്യായീകരണം. പുതിയ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ സംഘടനാ ദൗർബല്യങ്ങൾ സംബന്ധിച്ച വിഷയമാണ് പ്രധാനമായും ഉയർന്നത്. പാർട്ടിയെ തകർക്കുന്ന വിമർശനങ്ങൾക്ക് ലക്ഷ്മണരേഖ വേണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താക്കീത് നൽകി. വിമർശിക്കുന്നവർ പുറംതിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കുമെന്നും കെ മുരളീധരനുള്ള മറുപടിയായി മുല്ലപ്പള്ളി പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ നേതാക്കളെ അപഹാസ്യരാക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും പറഞ്ഞു. പൊതുവായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയത്തിന് സജ്ജമാക്കുക എന്നുള്ളതാണ്. മറ്റൊരു രീതിയിലേക്കും ഇത്തരം ശ്രമങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന പ്രചരണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ പാഠമാക്കണമെന്ന് ആന്റണിയും പറഞ്ഞു. നിലവിലെ ഭാരവാഹി പട്ടികയിൽ ഉള്ളവർ അർഹരാണെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ കെ മുരളീധരൻ തന്നെ വിമർശിക്കുന്നത് എന്തിനാണെന്നറിയില്ലെന്ന് BJP വിട്ട് KPCC വൈസ് പ്രസിഡന്റായി എത്തിയ മോഹൻകുമാറും പ്രതികരിച്ചു. അതുകൊണ്ട് വിമർശനത്തിനോട് ഒരു മറുപടിയും പറയാനില്ല. അദ്ദേഹം വിമർശിക്കേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഇല്ല. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചെങ്കിൽ അതിനൊരു മറുപടി കിട്ടുള്ളൂ. നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ട് ചോദിക്കുക എന്തിനാണ് അദ്ദേഹം വിമർശിച്ചതെന്ന്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കണമെങ്കിൽ കഠിനാധ്വാനം ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന അഭിപ്രായത്തിലാണ് യോഗം അവസാനിച്ചത്. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്. LDF മനുഷ്യ മഹാശൃംഖലയിലേക്ക് നിരവധി UDF പ്രവർത്തകർ പോയത് പാർട്ടി ഗൗരവമായി പരിശോധിക്കണമെന്ന് K മുരളീധരൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാട് ആവർത്തിക്കുകയായിരുന്നു മുരളീധരൻ. അല്ല, യോഗത്തിന് ഞാൻ മനസ്സിലാക്കുന്ന പുതിയ ഭാരവാഹികളുടെ യോഗമാണ്. അപ്പോൾ അവർക്ക് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് സാധാരണ മുൻ അധ്യക്ഷന്മാരൊക്കെ വിളിക്കുന്ന ഒരു വ്യവസ്ഥയല്ലേ അത് പ്രസിഡന്റിന്റെ ഒരു ഡിസ്ക്രിഷണറി പവറാണ്. ഞാൻ അതിനെ ചോദ്യം ചെയ്യും. അത് വേണോ വേണ്ടെന്നുള്ള പ്രസിഡന്റ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ വിളിച്ചിട്ടില്ല. കാട്ടാക്കട കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം റൂറൽ SP മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അവിടെ ലക്ഷ്യം. എന്നാൽ അന്നേ ദിവസം തന്നെ 5ഓളം ലോഡുകൾ വേറെ പറമ്പിലേക്ക് കടത്തിയായിട്ട് വേറെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് ആരെ പറമ്പിലായിട്ടതെന്ന് ഞങ്ങൾക്കറിയാം. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനും പെർമിഷൻ ഇല്ലായിരുന്നു. ഇടപാട് ഉള്ളതായിട്ട് നമുക്കറിയാം. ഒരാളുടെ വാഹനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സജു
ഡിസംബർ മാസം. ഇനിയും കൂടുതൽ ആൾക്കാർ ഉൾപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് ഞങ്ങൾക്ക് അന്വേഷണം മനസ്സിലായിട്ടുണ്ട്. അതിൽ ഒരു 1-2 പേരെ ഞങ്ങൾ ഏകദേശം ലൊക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിലേക്ക് അന്വേഷണം നീങ്ങി കൂടുതൽ തെളിവുകൾ ചെയ്ത ശേഷം മാത്രമേ അതിനെപ്പറ്റി പുറത്ത് പറയാൻ പറ്റൂ. കൃത്യത്തിൽ ഉൾപ്പെട്ട ബൈജു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറസ്റ്റായിട്ടുണ്ട്. രണ്ടും ഉൾപ്പെട്ട, അതായത് ടിപ്പർ മുമ്പേ പോവുകയും അതിൻ്റെ ഇടിയിൽ ടിയാൻ താഴെ വീഴുകയും ടിപ്പർ പെട്ടെന്ന് തന്നെ സ്പീഡിൽ മുന്നോട്ട് പോവുകയും ടിയാൻ വീണ്ടും എണീച്ച് നിന്നപ്പോഴത്തേക്ക് പോകാനുള്ള തിരക്കിനിടയിൽ JCB അതിൻ്റെ ആ ബക്കറ്റ് വെച്ച് എടുത്ത് തട്ടി മാറ്റി, ആ തട്ട് മാറ്റിയുള്ള ആ ആഘാതത്തിലാണ് മതിലേക്ക് പോയി ഇടിക്കുന്നതും മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു പോവുകയും ചെയ്തത്. അങ്ങനെയാണ് ടിയാൻ റിബ്സിനും ഫ്രാക്ചറുണ്ട്. 3 റിബ്സും ഒടിഞ്ഞു പോയിട്ടുണ്ട്. തലയ്ക്കും നല്ല ക്ഷതമുണ്ട്. റിബ്സ് പൊട്ടിയിട്ടുണ്ട്. ബൈജു മാത്രമാണ് ഇപ്പോൾ നമ്മളെ അന്വേഷണത്തിൽ അറസ്റ്റിലാവുന്നുള്ളത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 2 വാഹനങ്ങളും നമ്മളെ പോലീസിന്റെ ബന്ധത്തിലുള്ളത്. ഒരു വണ്ടി JCB തമിഴ്നാട്ടിൽ നിന്നും മറ്റേത് കേരളത്തിൽ നിന്നും നമ്മളെ കസ്റ്റഡിയിലുണ്ട്. ആ വണ്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സമയത്ത് അവിടെ ഒരു ആദ്യം 5 പേര് പിന്നീട് 5 പേര് പുറത്തുനിന്ന് വന്നു പറയുന്നു. 10ഓളം പേരെങ്കിലും നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയുടെ അപ്പോൾ ഈ കേസിന്റെ ബാക്കിയുള്ള പ്രതികളെ കുറിച്ചൊന്നും പറയുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ ഇനിയുള്ള ആൾക്കാർ കൂടുതൽ പേര് ഉണ്ടെന്ന്. ബാക്കി പേര് ഞങ്ങൾ പറയാം, വരട്ടെ. ആൾക്കാരുണ്ട്. ലിനു, ടിപ്പർ ഓടിച്ചത് ലിനു, JCB ഓടിച്ചത് വിജിൻ. 2 പേരും അറസ്റ്റാണ്. സംഗീതമായിട്ട് നേരത്തെ ഇടപെടുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോറസ്റ്റുമായിട്ട് കുറച്ച് മണ്ണ് ഒരു എടുത്ത് കൊടുത്തിരുന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അന്ന് ഫോറസ്റ്റിന്റെ ഇടപാടിന്റെ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ അയാൾ പെർമിഷൻ ഇല്ലാതാണ്. അത് അവരുടെ തിരക്കണം. നമ്മൾ തിരക്കേണ്ട കാര്യം. അത് തിരക്കേണ്ട കാര്യമാണ്. സംഗീതിന്റെ വൈഫിന് അല്ലെങ്കിൽ ബന്ധുക്കളെ നമ്മൾ കണ്ടു ചോദിക്കാനുള്ള പോലീസ് സ്റ്റേഷൻ വന്നിട്ടില്ല. പോലീസിൽ കൊണ്ടുവരും. അത് അന്വേഷിക്കേണ്ട ഭാഗമാണ്. സെയിം ഡേറ്റ് 5 ലോഡ് കൊണ്ടുവന്ന് സെയിം ഡേറ്റ്. അപ്പോഴത്തേക്കാണ് നമ്മൾ സംഗീതം അവിടെ എത്തുന്നത്. 5 ലോഡ് കൊണ്ടുപോയി ഈ മണ്ണ് ഈ പറമ്പിൽ ഇട്ടു. അപ്പോഴാണ് സംഗീത ഇന്റർഫിയറൻസ് ഉണ്ടാകുന്നതും ബാക്കി വിഷയം. പോലീസ് എത്താൻ വൈകിയത് അമ്മ വന്നിട്ടുണ്ട്, അയൽക്കാർ വന്നിട്ടുണ്ട്, നാട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു. 1:45 മണിക്കൂറോളം പോലീസ് വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം? അതിൻ്റെ അന്വേഷണം ഉണ്ടാവും. അന്നത്തെ ചാർജുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി ഉണ്ടാവുന്നതാണ് ജീവിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ DYSPയോട് അന്വേഷിച്ചിട്ട് ഉൾപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. DYSP അന്വേഷണ ഘട്ടത്തിലാണ്. നിങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പേ തന്നെ അന്വേഷണം DYSP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾക്കറിയാമല്ലോ. പോലീസ് സംബന്ധിച്ചല്ലോ പെട്ടെന്നൊരു സെൻസേഷനായ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തുക, പ്രതിയെ പിടിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമിക ചുമതല. പൊതുവായി 50 രൂപ പോലീസ് കർണാടക പോലീസിന് വലിയ പരാതി ഒരുപാട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു അത് എന്താണ്? അല്ലാത്തൊരാണ് പറഞ്ഞു വരുന്നത്. ആ ഒരു പോലീസിന് ചീത്തപ്പേരല്ലേ? അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കാം, നടപടി എടുക്കാം. സ്പെഷ്യൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ മാസം പിടിച്ചതും ജിയോളജിക്ക് കൊടുത്തതും.
DYSP അന്വേഷണം മെനങ്ങാന്ന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. DYSP റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതിൽ ഞങ്ങൾ ഈ അന്വേഷണത്തിൽ ഇരിക്കുന്നതില്ല. ഞങ്ങൾ ഈ ആ സമയത്തുള്ള മൊബൈൽ ലൊക്കേഷൻ, ഞങ്ങളുടെ റെക്കോർഡ്സിലുള്ള ലൊക്കേഷൻസ്, വെഹിക്കിളിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ നോക്കട്ടെ. കേസിൽ സജു ഉത്തരവെന്നൊക്കെ പറയുന്നവരാണ് കേസിലെ പ്രധാന പ്രതികളെന്നാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ ഇപ്പം പ്രതിപട്ടിക വന്നപ്പോഴത്തേക്ക് ഒന്നാം പ്രതി വിജയം, രണ്ടാം പ്രതി പ്രതിയുടെ ഇതൊന്നുമല്ല. അതെ, അത് നമ്മൾ ഇട്ടിരിക്കുന്ന ഹൈറാർക്കി അല്ല, അത് കിട്ടില്ല. അത് നമുക്ക് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയം വരെ അത് മാറ്റാം. പിന്നെ വേറെ ഒന്ന് നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മൾ ഈ സീക്വൻസ് ഇട്ടു എന്നും പറയുമ്പോൾ അതിന് പ്രാധാന്യമില്ല. അതിൽ ഒഫൻസിന്റെ പോർഷൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്. ഇതിൽ ഈ സജുവും മറ്റേ ഉത്തമനും പുറത്ത് നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ ഈ സംഭവം ഒരു മണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ, പോലീസ് അവന് പോകുന്നുണ്ടോ എന്നുള്ളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ മണ്ണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അല്ല ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവിടെ ഇങ്ങനെ മണ്ണിലെടുത്ത് ഇന്റർഫിയറൻസ് വന്നുവെന്ന് ഇവർ ഇൻഫോം ചെയ്യാൻ പ്രകാരമാണ് ഇവർ എത്തുന്നത്. ഈ വണ്ടി ഓടിച്ച് ഇടിക്കാൻ ആരെങ്കിലും നിർദ്ദേശിച്ചിരുന്നോ? ഈ വണ്ടി പെട്ടെന്ന് പോകാൻ ആരെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഈ അത് ഇവർ തമ്മിൽ സമ്മതമില്ലാതെ മണ്ണിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്കർക്കമായി പോലീസിനെ വിളിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ലോകത്തെ ആദ്യത്തെ ഹൗസ് ബോട്ട് ചെസ് ടൂർണമെന്റിന് കുട്ടനാട്ടിൽ തുടക്കമായി. ടൂറിസം സെക്രട്ടറി റാണി ജോർജ് IAS മത്സരം ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖർ താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഓറിയന്റ് ചെസ് മൂവ്സ് എന്ന ചെസ് കൂട്ടായ്മയാണ് ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ പുറവഞ്ചിയിൽ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയ്ക്ക് പുത്തനൊരു ഉണർവായി മാറിയിരിക്കുകയാണ് ഈ ചെസ് കോമ്പറ്റീഷൻ. ഇതെന്താണ് ഇങ്ങനെ ഒരു ആശയം വരാനുള്ള കാരണം? ലോകത്ത് ഈ പ്രാഗിലാണ് ഒരു പ്രധാനപ്പെട്ട ചെസ് ടൂറിസം ഈവൻ്റ് നടക്കുന്നത്. അവിടെ 5 ദിവസം സഞ്ചരിക്കുന്ന ട്രെയിനിൽ ഒരു അന്തർദേശീയ മത്സരം നടക്കുകയാണ്. അവർ ഓരോ ദിവസവും ഓരോ നഗരത്തിൽ പോകും. ഉച്ചവരെ ടൂർണമെൻറ്റ് നടക്കും. ഉച്ചയ്ക്ക് ശേഷം അവർ നഗരത്തിലിറങ്ങും, നഗരക്കാഴ്ചകൾ കാണും, അന്ന് രാത്രി അവിടെ താമസിക്കും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും 10 മണിക്ക് ട്രെയിനിൽ കയറും. അങ്ങനെ യൂറോപ്പിലെ മനോഹരങ്ങളായിട്ടുള്ള 5 നഗരങ്ങളിൽ കൂടെ ആ തീവണ്ടി കടന്നു പോകും. അപ്പം ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വല്ലാത്തൊരു തോന്നലുണ്ടായി, നമുക്ക് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തിനും കേരളത്തിൻ്റെ പ്രകൃതിക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു മത്സരം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. അപ്പോൾ കേരളത്തിൽ തീവണ്ടിയേക്കാളും നല്ലത് ഒരു സംശയവുമില്ല ഇവിടുത്തെ ബാക്ക് വാട്ടേഴ്സും ഇവിടുത്തെ ഹൗസ് ബോട്ടും അതുപോലെ മറ്റ് ഹെറിറ്റേജ് സെൻറ്റേഴ്സൊക്കെയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം ഹൗസ് ബോട്ടിൽ, പിന്നെ കേരളത്തിൻ്റെ പരമ്പരാഗത ഗ്രാമങ്ങളിൽ, കടൽ തീരത്ത് ഒക്കെ ആയിട്ട് നമ്മൾ 5 ദിവസം വ്യത്യസ്ത സ്ഥലങ്ങളിൽ തനി കേരളീയമായിട്ടുള്ള അനുഭവവും ചെസ്സും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ചെസ് ഹൗസ് ബോട്ട് 2020 എന്നുള്ള ഒരു കോൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്തത്. അത് കേരള ടൂറിസത്തെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ പ്രോഡക്ട്സും നമ്മുടെ പ്രൈവറ്റ് സെക്ടറാണ് ചെയ്യുന്നത്. അതിൻ്റെ സപ്പോർട്ട് പക്ഷേ കേരള ടൂറിസം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തത് വരുന്ന ബിനാലയുടെ സമയത്ത് വീണ്ടും ചെസ് ഹൗസ് ബോട്ട് സംഘടിപ്പിക്കുക.